എടാ ആർദ്രു, നീ ഇത് സമ്മതിക്കുക. നിന്റെ അമ്മയല്ലടാ പറയുന്നത്. ആർദ്രവിൻ്റെ അമ്മ മാരതി അവനെ ഏതോ ഒരു പെൺകുട്ടിയെ പെണ്ണ് കാണുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എൻ്റെ അമ്മേ, എനിക്കിപ്പോൾ കല്യാണം കഴിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. കൊച്ചുകുട്ടികളെ പോലെ ചുണ്ട് ചുളുക്കി മാരതിയുടെ സാരിയുടെ തുമ്പ് കയ്യിലിട്ട് ചുറ്റിക്കൊണ്ട് ആർദ്രവ് മറുപടി പറഞ്ഞു. നോക്കൂ മാരതി, നമ്മുടെ മോന് അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല അത്രേ. ചക്ക, നിനക്ക് എത്ര വയസ്സായെന്നാ? അങ്ങോട്ടേക്ക് വന്ന ബാലകൃഷ്ണൻ ആർദ്രവിനെ കളിയാക്കുന്ന ഒരു മട്ടിൽ ശകാരിച്ചു. അത് പിന്നെ ഈ മെയ് 22-ന് 25 ശരിയല്ലേ അമ്മേ? വിരലിൽ എണ്ണമെടുത്തുകൊണ്ട് ആർദ്രവ് പറഞ്ഞു. അവൻ അതുപോലും അറിയില്ല. നീ ഇന്ന് ഞാൻ പറഞ്ഞ പെണ്ണെ കണ്ടേ പറ്റൂ. മാരതി കണ്ണുരുട്ടി അവനോട് പറഞ്ഞു. മാരതിയുടെ കണ്ണുരുട്ടലിൽ ആർദ്രവ് ചെറുതായൊന്ന് പേടിച്ചെങ്കിലും അവസാന അടവിന് അവൻ്റെ കാര്യം തട്ടിവിട്ടു. അതോടെ എല്ലാവരും ഗുദാഹവ. എന്താണെന്നല്ലേ? അമ്മേ, അച്ഛ, നമ്മുടെ ശ്രേയനെ ഇപ്പോൾ കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ പോരെ? താൻ വലിയ കാര്യം പറയുന്ന എന്ന ഭാവത്തോടെ പുരികം പൊക്കിക്കൊണ്ട് ആർദ്രവ് ചോദിച്ചു. അതെന്തേട്ടാ അങ്ങനെ പറഞ്ഞത്? സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി വന്ന ശ്രേയ ആർദ്രവിൻ്റെ ചോദ്യം കേട്ടതും അതിന് മറുചോദ്യം തൊടുത്തു. അത് പിന്നല്ലേടി, എനിക്കിപ്പോൾ തന്നെ എനിക്കാണ് ഇപ്പോൾ ഒന്നും വേണ്ട. ലൈഫൊക്കെ ഒന്ന് സെറ്റാവണ്ടേ, അല്ലാതെ എങ്ങനെയാ? പിന്നെ ഇപ്പം നിനക്ക് 18 വയസ്സായല്ലോ. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും സദ്യ കഴിക്കാൻ പൂതിയായിട്ടല്ലേ? അത് പറഞ്ഞതും മാലതി അവൻ്റെ ചെവി പിടിച്ച് പൊന്നാക്കി. എന്ത് ബുദ്ധിയില്ലേ മേട നീ പറയുന്നത്? അവൾക്ക് 18 വയസ്സേ ആയിട്ടുള്ളൂ. എൻ്റെ കൊച്ചിനെ 20 കഴിഞ്ഞിട്ടേ കെട്ടിച്ചൂടൂ. കേട്ടോടാ ആർദ്രവ് മോനെ. അമ്മയെപ്പോൾ എനിക്ക് പെണ്ണ് നോക്കുന്നത് 20 കഴിഞ്ഞ പെണ്ണിയായിരിക്കും അല്ലേ? മാരുതി പൊന്നാക്കിയ ചെവി തിരുമ്മിക്കൊണ്ട് ആർദ്രവോട് ചോദിച്ചു. ബാലകൃഷ്ണൻ മാരുതിയോട് ചോദിക്കെന്ന് പറഞ്ഞ് കണ്ണിറക്കി കടഞ്ഞു. അതേടാ, മോൻ ഇതൊന്ന് സമ്മതിക്കും. അതല്ല, ഇനി മോൻ വല്ലവരെയും കണ്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറ, അതും നമുക്ക് നടത്താം. മാരുതിയുടെ ചോദ്യം പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് ആർദ്രവ് ഞെട്ടിത്തെരിച്ചു. നിരാശ മുഖത്ത് വരുത്തി അവനതിന് മറുപടി കൊടുത്തു. ഞാനാരെയും കണ്ടുവച്ചിട്ടൊന്നുമില്ല, എനിക്ക് സമ്മതമാണ്. ആർദ്രവ് ഓഫീസിലേക്ക് പോകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ വെച്ച് എന്നും കാണുന്ന പെണ്ണിനെക്കുറിച്ചൊന്നും അവൻ പറഞ്ഞില്ല. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൻ തോന്നി. അവൻ്റെ മറുപടി കേട്ട മാരുതിയുടെയും ബാലകൃഷ്ണൻ്റെയും സന്തോഷത്തിന് അതിരില്ലായിരുന്നു. മറിച്ചല്ല, ശ്രേയയ്ക്കും തനിക്കൊരു നാത്തൂൻ വരാൻ പോകുന്നു എന്നുകൊണ്ട് സ്കൂളിലേക്ക് പോകാൻ നിന്നവൾ ഇന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു. സന്തോഷമുള്ള ദിവസം അല്ലേ എന്ന് കരുതി ആരും അവളെ നിർബന്ധിക്കുകയും ചെയ്തില്ല. എൻ്റെ ഗുരുവായൂരപ്പ, അങ്ങയ്ക്ക് നന്ദി. ഞാനൊരു 100 500 തേങ്ങ ഉടച്ചോളാമേ. എൻ്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ. മാരുതി മുകളിലേക്ക് നോക്കിക്കൊണ്ട് ഭഗവാനോട് നന്ദി പറഞ്ഞു. ഇത് കണ്ട് ആർദ്രവ് ചിരിച്ചുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് പോയി. ഇനിയിപ്പോൾ എന്തിനാ നീ ഇവിടെ? എനിക്ക് നിന്നെ അറിയില്ല, നിനക്ക് എന്നെ അറിയില്ല. ഇനിയിപ്പോൾ അമ്മ കണ്ടുപിടിച്ച് പെണ്ണിനെ കെട്ടാം. എൻ്റെ ഉള്ളിലെ ഇഷ്ടം അവിടെ തന്നെ നിൽക്കട്ടെ. ചെറിയ നിരാശയോടെ അവൻ്റെ ഡയറി ഏടുകളിൽ വെച്ചിരുന്ന ഫോട്ടോ ചുരുട്ടിക്കൂട്ടി ഡസ്റ്റ്ബിന്നിലേക്കിട്ടു. മോളെ, നിനക്കാരോടെങ്കിലും ഇഷ്ടമുണ്ടോ? തൻ്റെ ഇളയ സന്ധിയായ ആരതിയോട് അമ്മ ചോദിച്ചു. ആ ചോദ്യം ആരതിക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ എന്നറിയാനാണെങ്കിലും അതിൽ കല്യാണക്കാരും മണക്കുന്നുണ്ടെന്ന് ആരതിക്ക് തോന്നി. അതിനവൾ ഒരു വളിച്ച ചിരി ചിരിച്ചു. എൻ്റെ അമ്മേ, ഇങ്ങനെ വളച്ചൊടിച്ചൊന്നും ചോദിക്കണ്ട. അമ്മ കല്യാണക്കാരെയും കൊണ്ടുവന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് മനസ്സിലായല്ലോ. നിനക്കങ്ങനെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? ഇല്ലമ്മേ, ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരു ചേട്ടനെ എന്നും കാണാറൊക്കെ ഉണ്ട്. നല്ല മൊഞ്ചുള്ള ചെറുക്കനാ. എനിക്ക് ആ ചേട്ടനെ അറിയില്ല, എന്നെ ആ ചേട്ടനും അറിയില്ല. അപ്പം പിന്നെ കുഴപ്പമില്ല. അതെങ്ങനെ പ്രണയമാവും? മോള് കണ്ടിട്ടേ ഉള്ളല്ലോ. അത് സാരമില്ല. അമ്മ ഇവരോട് വരാൻ പറയട്ടെ. മോൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്കിത് നടത്താം. അമ്മ ഏട്ടന്മാരോടും അച്ഛനോടും ഒക്കെ ചോദിച്ചോ? അവരൊക്കെ പറഞ്ഞത് നിൻ്റെ ഇഷ്ടം ചോദിച്ചിട്ട് മതിയെന്നാണ്. മോൾക്ക് സമ്മതമാണോ? എങ്കിൽ അമ്മ അവരോട് വരാൻ പറഞ്ഞു. ബട്ട് എനിക്കൊരു കണ്ടീഷനുണ്ട്. എന്നെ പഠിക്കാൻ വേണം. അതോർത്ത് നീ വിഷമിക്കണ്ട. MBAക്ക് മോളെ ഇഷ്ടം പോലെ പഠിക്കാൻ വിടും. അങ്ങനെയാണേൽ എല്ലാവർക്കും നന്ന് എന്ന് പറഞ്ഞ് ആരതി ചിരിച്ചു. പോടി അമ്മ എന്ന് അവരോട് പറയട്ടെ മോളെ. ഞാൻ പോവാം. രമ്യ റൂമിൽ നിന്ന് പോയതും ആരതി ഒന്ന് നെടുവേർപ്പെട്ടു. ഇനി നമുക്ക് ആരതിയും ആർദ്രവും ആരാണെന്നറിയണ്ടേ?
കളപ്പുരയ്ക്കൽ രമ്യ പ്രസാദ് എന്നീ ദമ്പതികളുടെ മൂന്നാമത്തെ മകളാണ് ആരതി പ്രസാദ് എന്ന നമ്മുടെ നായിക. ആള് BBA റാങ്കോട് പാസ്സായി MBA പഠിക്കാൻ ആഗ്രഹിച്ചു നടക്കുകയാണ്. പടിപ്പുര വീട്ടിലെ മാരുതി ബാലകൃഷ്ണൻ എന്നീ ദമ്പതികളുടെ മൂത്ത മകനാണ് ആർദ്രവ് എന്ന നമ്മുടെ നായകൻ. ആളിപ്പോൾ ശ്രേയാർദ്രവ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് MD ആണ്. രണ്ടുപേർക്കും ഇതിനു മുമ്പ് പ്രേമമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ കേട്ടത് അത് അവരുടെ ഉള്ളിലെ ചെറിയ ഇഷ്ടം. രണ്ടുപേർക്കും വീട്ടുകാരെന്ന് വെച്ചാൽ ജീവനാണ്. വീട്ടുകാർ പറയുന്നതിനപ്പുറം രണ്ടുപേർക്കും ഇല്ല. ആരതിയുടെ വീട്ടിലെ ഹാളിൽ എന്തായി രമ്യ, മോള് സമ്മതിച്ചോ? രമ്യ സ്റ്റെയർ ഇറങ്ങി വന്നതും പ്രസാദ് ചോദിച്ചു. ആ മനുഷ്യ, നിങ്ങളല്ലേ പറഞ്ഞത് എൻ്റെ കുഞ്ഞിന് ആരോടെങ്കിലും ഇഷ്ടമുണ്ടാവുമെന്ന്? വെറുതെ ഞാൻ എൻ്റെ കുഞ്ഞിനെ സംശയിച്ചു. പ്രസാദിൻ്റെ അടുത്ത് സോഫയിൽ ഇരുന്നുകൊണ്ട് രമ്യ പറഞ്ഞു. ഞാൻ എൻ്റെ സംശയം പറഞ്ഞതല്ലേ. ഏതായാലും അവൾ കല്യാണത്തിന് സമ്മതിച്ചില്ലേ, പിന്നെന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. അവരെപ്പോൾ വരുമെന്നാണ് പറഞ്ഞത്? വൈകിട്ടെന്നാണ് പറഞ്ഞത്. ധ്രുവിനോട് അരുണിനോടും വിളിച്ച് വരാൻ പറയട്ടെ. പ്രസാദ് രമ്യയെ നോക്കി പറഞ്ഞിട്ട് ഫോൺ എടുത്ത് ധ്രുവിനെ വിളിച്ചു. രമ്യ അടുക്കളയിലേക്ക് പോയിട്ട് വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ശാരദയുടെ കൂടെ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഈ ചെക്കനെ കാണാൻ ഇനി എങ്ങനെയാണവോ? ബസ് സ്റ്റോപ്പിലിരിക്കുമ്പോൾ കാണുന്ന ചേട്ടനെ പോലെയൊക്കെ ആയാൽ മതിയായിരുന്നു. ഒരു ഫോട്ടോ പോലും കണ്ടില്ല. ഇനി കാണാൻ കൊള്ളില്ലേ? അതുകൊണ്ടാവും അച്ഛൻ ഫോട്ടോ കാണിക്കാഞ്ഞത്. അച്ഛനോട് ചോദിച്ചാലോ ചെക്കൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരുമോന്ന്? അല്ലെങ്കിൽ വേണ്ട, ചിലപ്പോൾ കളിയാക്കും. മൂപ്പരാൾ ഇന്ന് വരുമല്ലോ, അപ്പം കാണാം. ആരതി തൻ്റെ ഭാവി വരനെക്കുറിച്ച് ഓർത്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓയ് മോളെ ആരതി, എന്താ പിച്ചും പേയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഭാവി വരനെക്കുറിച്ചാണോ? എവിടുന്നാണ് ഈ അശ്ലീലി കേട്ടത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ കണ്ണ് ഡോറിൻ്റെ അവിടേക്ക് പോയത്. ആരാണെന്നല്ലേ? അവളുടെ ഏട്ടന്മാർ ധ്രുവും അരുണും. രണ്ടുപേരും ആരതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ പുതിയ ബ്രാഞ്ചിൻ്റെ വളർച്ചയ്ക്കായുള്ള ഓട്ടത്തിലാണ്. ഒന്ന് പോ ധ്രുവേട്ട, ഞാൻ ആലോചിച്ചിട്ടൊന്നുമില്ല. ആരതി അവന്മാരോട് ഒരു നുണ തട്ടിവിട്ടു. അല്ലെങ്കിൽ തന്നെ കളിയാക്കി കൊല്ലുമെന്ന് അവൾക്കറിയാവുന്നതുകൊണ്ടാണ് അവൾ അങ്ങനൊരു നുണ പറഞ്ഞത്. ആയിക്കോട്ടെ, മോള് നിൻ്റെ ഭാവി വരനെ കണ്ടിട്ടുണ്ടോ? അരുൺ ചോദിച്ചു. എന്ന് പറഞ്ഞ് അവൾ ചുമല് കൂച്ചി. നിനക്ക് കാണണോ? ധ്രുവ് ചോദിച്ചു. വേണ്ട, ഇന്ന് വരില്ലേ, അപ്പം കണ്ടോളാം. ഏട്ടന്മാർ രണ്ടും എന്തോ ഉദ്ദേശത്തിൽ വന്നതാണോ സോപ്പൊക്കെ ആയിട്ട്? അവരുടെ സോപ്പ് മനസ്സിലാക്കി അവൾ രണ്ടുപേരോടും ചോദിച്ചു. ഷോ, ഏട്ടൻ്റെ പെങ്ങൾ കണ്ടുപിടിച്ചോ? സോപ്പിംഗ് ആണ്. നീ പറഞ്ഞാലേ അമ്മയും അച്ഛനും കേൾക്കൂ, ധ്രുവ് പറഞ്ഞു. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പബ്ബിൽ പോകുന്നുണ്ട്. പബ്ബെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അച്ഛനും അമ്മയും സമ്മതിക്കില്ല. നീ പറഞ്ഞ് കേൾക്കും. പ്ലീസ് മോളൊന്ന് പറയേ, അരുൺ പറഞ്ഞു. അങ്ങനെ വഴിക്കുവാ. ആട്ടെ, ഇതിന് എനിക്കെന്ത് കിട്ടും? മോള് പറയുന്ന എന്താണോ അത് വാങ്ങിത്തരും. നീ പറയുമോ? ധ്രുവ് ചോദിച്ചു. ആരതി ഓക്കെ എന്ന് പറഞ്ഞതും ധ്രുവും അരുണും അവളെ ഹഗ് ചെയ്തു. ഈ ഏട്ടന്മാർക്ക് രണ്ടിനും ഇങ്ങനെ ഓരോന്നും വന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാനല്ലേ ഇതൊക്കെ അച്ഛനോടും അമ്മയോടും പറയണ്ടേ? ഒരു ഡയറി മിൽക്കിൻ്റെ കാര്യമല്ലേ, ആരതി മനസ്സിൽ പറഞ്ഞുകൊണ്ട് സ്റ്റെയർ ഇറങ്ങി അച്ഛൻ്റെ അമ്മയുടെ റൂമിൻ്റെ ഡോർ മുട്ടാൻ തുടങ്ങി. എന്താടി? അതിൻ്റെ ഉള്ളിൽ നിന്നല്ലല്ലോ ഈ ശബ്ദം. ഇതിപ്പോൾ എവിടുന്ന് എന്ന് പറഞ്ഞു നോക്കിയതും ചട്ടുകം പിടിച്ചു നിൽക്കുന്ന രമ്യയുടെ മുഖത്തേക്കും. ഭദ്ര ലുക്കിൽ രമ്യ. ആഹാ, എന്ത് നല്ല ലുക്ക്! ഇതിപ്പോൾ എങ്ങാനും ആറുവോ? ആരതിയുടെ ഡോറിൻ്റെ മുട്ട് കേട്ട് കലിതുള്ളി ചട്ടുകം പിടിച്ചു നിൽക്കുന്ന രമ്യയെ നോക്കി ആരതി മനസ്സിൽ പറഞ്ഞു. എന്തിനടി നീ ഡോറ് തല്ലിപ്പൊളിക്കുന്നത്? അതുകൊണ്ടല്ലോ അമ്മേ, ഈ ധ്രുവേട്ടനും അരുണേട്ടനും ഫ്രണ്ട്സിൻ്റെ കൂടെ തിയേറ്ററിലേക്ക് പോകണമെന്ന്. അതിന് എന്നോട് അച്ഛനോടും അമ്മയോടും ചോദിക്കാൻ പറഞ്ഞതാ. പൊയ്ക്കോട്ടെ അല്ലേ അമ്മേ? രമ്യയുടെ ചട്ടുകത്തിൻ്റെ മുന്നിൽ ആരതി പേടിച്ചുപോയി. അതിനാണ് നീ ഡോറ് തല്ലിപ്പൊളിച്ചത്? മെല്ലെ വിളിച്ച എനിക്കെന്ത് ചെവി കേൾക്കില്ലേ? രമ്യ ആരതിയുടെ ചെവി പിടിച്ച് തിരിച്ചുകൊണ്ട് ചോദിച്ചു. അമ്മ വീട്, ചെവി വിടുന്ന്. ഞാൻ അമ്മ അച്ഛനും റൂമിലാണെന്ന് കരുതിയിട്ടല്ലേ? ചെവി ഒഴിഞ്ഞുകൊണ്ട് കണ്ണിൽ ഇല്ലാത്ത കണ്ണുനീർ വരുത്തിക്കൊണ്ട് ആരതി രമ്യയെ നോക്കി പറഞ്ഞു. എപ്പോഴും റൂമിൽ കയറി ഇരിക്കാൻ ഞങ്ങൾ എന്താടി ന്യൂലി മാരിഡ് കപ്പിൾസോ? നിന്റെ ഏട്ടന്മാരോട് പോകണ്ടെന്ന് പറഞ്ഞേക്ക്. രമ്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ചിരിച്ചു. ഇനി സോപ്പിടാൻ പറ്റും എന്ന് ആരതി മനസ്സിൽ പറഞ്ഞു. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നിങ്ങൾ രണ്ടും റൊമാൻസ് കളിച്ചിരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് ആരതി സ്റ്റെയർ ഓടിക്കോറി കയറി. ഡി, നിന്നെ ഞാൻ എടുത്തോളാം.
അവിടെ വായിൽ നിന്ന് വരുന്നത് കണ്ടില്ലേ എന്ന് രമ്യ സ്റ്റെയർ കയറിപ്പോകുന്ന ആരതിയെ നോക്കി പറഞ്ഞു. അവളതിന് കൊഞ്ചനം കുത്തി പുച്ഛിച്ചു വിട്ടു. അവളുടെ റൂമിലേക്ക് കയറാൻ നിന്നതും അരുൺ അവളെ പിന്നിൽ നിന്നും വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കിയിട്ട് അവൻ്റെ അടുത്തേക്ക് പോയി. അച്ഛനും അമ്മയും സമ്മതിച്ചോ മോളെ? അരുൺ ചോദിച്ചു. ഇല്ല കുഞ്ഞേട്ടാ, അമ്മ സമ്മതിച്ചില്ല. അച്ഛനെ കണ്ടതുമില്ല. ആരതി പറഞ്ഞു. നീ പബ്ബിൽ പോകാമെന്നാണോ പറഞ്ഞേ? അതല്ലേ അമ്മ സമ്മതിക്കാതിരുന്നത്. ഇനി നിനക്ക് ഡയറി മിൽക്ക് ഇല്ല. അരുൺ പറഞ്ഞു. അല്ല, ഞാൻ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ തിയേറ്ററിൽ പോകുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് ഡയറി മിൽക്ക് വേണം. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ആഴ്ചയും കള്ളം പറഞ്ഞ് പബ്ബിൽ പോകുന്ന കാര്യം ഞാൻ അച്ഛനോടും അമ്മയോടും പറയും. എനിക്കല്ലേ അമ്മയുടെ കയ്യിൽ നുള്ളു കിട്ടിയത്. ആരതി ചുണ്ട് ചുളുകി പറഞ്ഞു. മോളി ചതിക്കല്ലേ, ഏട്ടാ വാങ്ങിത്തരാം. അമ്മയോടും അച്ഛനും പറയല്ല കേട്ടോ. ധ്രുവാണ് അവളോട് പറഞ്ഞത്. അത് കേട്ടതും അവൾ ധ്രുവിനെ കെട്ടിപ്പിടിച്ചു. നല്ല വലിയേട്ടൻ, ഈ കുഞ്ഞേട്ടനൊന്നും വാങ്ങിത്തരില്ല. ധ്രുവ് വർണ്ണം ടിൻസ് ആണെങ്കിലും ധ്രുവാണ് മിനിറ്റുകളുടെ മൂത്തത്. അവർക്ക് ശേഷം വന്നതാണ് ആരതി. ഞാനിനി ഏത് ഡ്രസ്സിലും ഒരു നല്ല സാരിയും കാണാനില്ല ഭഗവാനെ. ഈ ബാലേട്ടനോട് ഞാൻ പറഞ്ഞതാ ഒരു സാരി വാങ്ങിത്തരാൻ. അപ്പം അങ്ങർക്ക് എന്തൊരു സൂക്കേടായിരുന്നു. ഇനി വരട്ടെ, കെട്ടിപ്പിടിക്കാനും ഉമ്മിക്കാനും കൊടുക്കുന്നുണ്ട് ഞാൻ നല്ല ഒന്നാം തരം. ആദരവിൻ്റെ പെണ്ണ് കാണാൻ പോകുന്നതിന് മാരുതി പരിഭവം പറയുകയാണ്. എന്താണ് ഭാര്യയെ, മരുമോളെ കാണാൻ പോകുന്നതിനാണോ നീ ഇങ്ങനെ പിറുപിറുക്കുന്നത്? അമ്മായിയമ്മ പോലെടുക്കാൻ. ബാലകൃഷ്ണൻ മാരുതിയെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. വീട് മനുഷ്യ, ഞാൻ അമ്മായിയമ്മ പോലല്ല എടുക്കാൻ പോകുന്നത്. നിങ്ങളോട് എനിക്ക് സാരി വാങ്ങിത്തരാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തൊരു അസുഖമായിരുന്നു. അപ്പം കെട്ടിപ്പിടിക്കാൻ വന്നേക്കുന്നു. ബാലകൃഷ്ണൻ്റെ കൈ മാറ്റി മാരുതി പറഞ്ഞു. മാരുതി ബാലകൃഷ്ണൻ്റെ കൈ മാറ്റി വീണ്ടും തിരിയാൻ നിന്നതും ബാലകൃഷ്ണൻ മാരുതിയുടെ കൈ പിടിച്ചു വലിച്ച് നെഞ്ചിലേക്കിട്ടു. അപ്പോൾ ഇതെന്താ? നിന്റെ ഫേവററ്റ് കളർ ഗ്രീൻ ആൻഡ് വൈറ്റ് കോംബോ സാരി. കവറിൽ നിന്നും സാരി എടുത്ത് മാരുതിയുടെ ദേഹത്തേക്ക് വെച്ച് നോക്കി. മാരുതി സാരിയിലേക്കും ബാലകൃഷ്ണൻ്റെ മുഖത്തേക്കും നോക്കാൻ തുടങ്ങി. എന്താ ഭാര്യയെ ഒന്നും മിണ്ടാത്തെ? ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചതും മാരുതി ബാലകൃഷ്ണനെ കെട്ടിപ്പിടിച്ചു. എന്ത് ചോദ്യം ഇത്? എനിക്കിഷ്ടപ്പെട്ടു ബാലേട്ട, ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫേവററ്റ് അല്ലേ? മാരുതിയുടെ കെട്ടിപ്പിടികളിലൂടെയുള്ള വാക്കുകളിലും ആക്കൽ ഫീൽ ചെയ്ത ബാലകൃഷ്ണൻ മാരുതിയെ നെഞ്ചിൽ നിന്നും വളർത്തി. അച്ഛാ, ഞങ്ങൾ കണ്ടുട്ടോ എല്ലാം, ശ്രേയ പറഞ്ഞു. ഡോറിൻ്റെ മറവിൽ ഒളിഞ്ഞിരുന്ന് ഇവരുടെ പ്രവൃത്തി വീക്ഷിക്കുകയായിരുന്ന ശ്രേയയും ആർദ്രവും റൂമിലേക്ക് വന്നു. എന്താ നിങ്ങളുടെ റൊമാൻസ് കണ്ട ഇന്ന് നിങ്ങളുടെ രണ്ടിൻ്റെയും പെണ്ണുകാണലാണെന്നേ പറയൂ. ആർദ്രവ് പറഞ്ഞു. അതേന്നേ, ഇന്ന് എൻ്റെ ഏട്ടൻ്റെ പെണ്ണുകാണലല്ലേ ഏട്ടാ എന്ന് ശ്രേയ ചോദിച്ചതും അതിനു മറുപടിയായി ആർദ്രവ് ആ എന്ന് മറുപടി പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും സ്വർഗത്തിലെ കട്ടറും പാവുന്നില്ലേ എന്ന് പറഞ്ഞ് ശ്രേയനെയും വിളിച്ച് അവൻ പുറത്തേക്ക് പോയി. വീടും പറമ്പും ഒക്കെ കൊള്ളാമല്ലോ ബാലേട്ടാ, നമ്മുടെ വീടിനേക്കാൾ വലുതാണല്ലോ. ആ കുട്ടിക്ക് ഇനി പറ്റുമോ നമ്മുടെ വീടും പരിസരമൊക്കെ? ആരതിയുടെ വീടെത്തിയതും അവിടുത്തെ പറമ്പൊക്കെ കണ്ട മാരുതി ബാലകൃഷ്ണനോട് ചോദിച്ചു. ആ കുട്ടിക്ക് അതൊന്നും കുഴപ്പമുണ്ടാവില്ല. പഠിപ്പിക്കണമെന്ന ഒറ്റ ഡിമാൻഡല്ലേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ബാലകൃഷ്ണൻ അതിന് മറുപടി പറഞ്ഞു. നിങ്ങൾ വന്ന കാലം നിൽക്കാതെ ഹാളിലേക്ക് വാ. പ്രസാദ് അവർ പുറത്തു നിൽക്കുന്നത് കണ്ട് പറഞ്ഞു. അവർ 4 പേരും ഹാളിലെ സോഫയിലിരുന്നു. പെൺകുട്ടിയെ വിളിക്കുകയല്ലേ? ബാലകൃഷ്ണൻ പ്രസാദിനോട് ചോദിച്ചതും പ്രസാദ് അടുക്കളയിൽ നോക്കിയിട്ട്, മോളെ ആരു, ചായ കൊണ്ടുവാ. മോളെ, നിനക്ക് ഈ സാരി ചുറ്റാൻ ഇതുവരെ അറിയില്ലേ? ഇനിതാ നിനക്ക് ഞാൻ ചുറ്റിത്തരാം. അടുക്കളയിൽ നിൽക്കുന്ന ആരതിയുടെ സാരി കണ്ട് രമ്യ അവളോട് പറഞ്ഞിട്ട് സാരി നേരെയാക്കിയതും പ്രസാദ് ഉള്ളിലേക്ക് വിളിച്ച് പറഞ്ഞു. ചായ കപ്പിലേക്ക് പകർന്നു. രമ്യയുടെ പിറകിലായി ആരതിയും ഹാളിലേക്ക് പോയി. മോളെ, ആ നടുക്കിരിക്കുന്നതാണ് ചെക്കൻ. പ്രസാദ് ആരതിക്ക് കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. ട്രേ ആർദ്രവിന് മുന്നിൽ നീട്ടിയതും 2 പേരും ഞെട്ടിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നു. എന്താ മോനെ എഴുന്നേറ്റത്? നീ എന്താ മോളെ അവന് ചായ കൊടുക്കാത്തേ? പ്രസാദ് ചോദിച്ചു. നിങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ടോ? ബാലകൃഷ്ണൻ ചോദിച്ചു. അത് പിന്നെ അച്ഛാ, ഞങ്ങൾക്ക് മുമ്പ് പരിചയമൊന്നുമില്ല. ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് എന്നും കാണാറുണ്ട്. ബാലകൃഷ്ണൻ്റെ ചോദ്യത്തിന് ആർദ്രവും മറുപടി പറഞ്ഞു. ഇതേസമയം ആരതി പിന്നിലേക്ക് നോക്കിയതും രമ്യ ഇവനാണോ അവൻ എന്ന് കണ്ണുകൊണ്ട് ചോദിച്ചതും അവൾ തലയാട്ടി കൊടുത്തു. അപ്പോൾ കാര്യങ്ങൾ എളുപ്പമല്ലോ, മോള് ചായ കൊടുക്ക്. പ്രസാദ് ആരതിയോട് പറഞ്ഞതും അവൾ ആദ്യം ആർദ്രവിനും പിന്നെ ബാലകൃഷ്ണനും മാരുതിക്കും ശ്രേയയ്ക്കും ചായ കൊടുത്തു.
ഈ ചായ ആരുണ്ടാക്കിയതാ? മാരുതി ചായ ഒരു സിപ്പ് കുടിച്ചതും ചോദിച്ചു. ഞാനുണ്ടാക്കിയതാ അമ്മേ. എന്തിൽ കുഴപ്പമുണ്ടോ? അമ്മയ്ക്ക് മധുരം പറ്റില്ലേ? ആരതി ചോദിച്ചു. ഇനി വന്നേ, ഈ ചായ നീ ഒന്ന് കുടിച്ചു നോക്ക്. ഇങ്ങനെയാണോ ചായ ഉണ്ടാക്കുന്നത്? ഇങ്ങനെയുള്ള നിന്നെ എൻ്റെ മോനെ കൊണ്ട് കെട്ടിച്ച എൻ്റെ മോന് വായിക്ക് രുചിയുള്ളത് വല്ലതും കഴിക്കാൻ പറ്റുമോ? മാരുതി ദേഷ്യത്തോടെ പറഞ്ഞു.